ഗൂഗിൾ ഒരു ടൈം മെഷീൻ കൊണ്ടു നടക്കണമായിരുന്നു നിങ്ങൾക്കറിയാമോ? അതാ നമ്മളുടെ നാടിൻ്റെ ഒരു ടൈം മെഷീൻ നിലവിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണോ? ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. അതുവഴി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ 25 വർഷം മുൻപത്തെ സാറ്റലൈറ്റ് ഇമേജസും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സാറ്റലൈറ്റ് ഇമേജസും അതുപോലെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് ടൈം പീരീഡിലുള്ള സാറ്റലൈറ്റ് ഇമേജസൊക്കെ കാണാനും നമ്മളുടെ നാട്ടിലെ വികസനങ്ങളും മാറ്റങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സങ്കേതം നമ്മുടെ നിലവിൽ ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവരാണെങ്കിൽ കാണുക. പറഞ്ഞ പോലെ നേരത്തെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഗൂഗിൾ എർത്ത് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ബാർ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിലാദ്യം ഒരു പക്ഷേ സജഷൻ ആയിരിക്കും വന്നുള്ളത്. അതിന് തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ എർത്ത് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാം. അത് ആപ്പിൻ്റെ ലോഗോ കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ എർത്ത് ഓപ്പൺ ആക്കുക. ഗൂഗിൾ എർത്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കും വേണോ. ഇതിൽ ഗൂഗിൾ എക്സ്പ്ലോർ എർത്ത് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ എർത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ ലൊക്കേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. ചിലവർക്ക് മുംബൈയൊക്കെ കാണിച്ചെന്ന് വരാം. അപ്പോൾ ഇങ്ങനൊരു ഇപ്പോൾ കൊച്ചിയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൊച്ചിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നിലവിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അതിൽ ഹിസ്റ്ററി ഇമേജിനറി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതൊന്ന് ഓണാക്കി ഇട്ടേക്കാം. ഓണാക്കി ഇടുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഹിസ്റ്ററിക്കൽ ഇമേജിനറി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഡേറ്റ് മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നിലവിൽ 1985 കാണിക്കുന്നത്. 85 ഫോട്ടോസിനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സൂമിങ് ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. ഒരു പക്ഷേ അന്ന് കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകളുടെയോ അന്ന് കാലത്ത് നാസ പോലുള്ള ഏജൻസിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോകളുടെയോ ക്ലാരിറ്റി കുറവുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമുക്കത് കൂടുതൽ സൂം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ. ഏകദേശം 2008 തുടങ്ങി 2010 തുടങ്ങിയ കാലഘട്ടങ്ങളിലോട്ടാണ് ഗൂഗിൾ ഇതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ഗൂഗിൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ 1984 തുടങ്ങി ഏകദേശം 2009 വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള ഫോട്ടോസ് മാറി നോക്കിക്കഴിഞ്ഞാലും സൂം ചെയ്താലും സൂം ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെയാണ് കിട്ടുന്നത്. ഏകദേശം 2010 കൂടിയാണ് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഫോട്ടോ കാണുന്നത്. ഇപ്പോൾ ഞാൻ 2000 വരെ എത്തിയിട്ടുണ്ട്. ഞാൻ അടിയിൽ ഡേറ്റ് കാണാം, December 31, 2002. അതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ടൈം മാറുന്നതും ഇതിൻ്റെ ഇടയിൽ മെയിൻ ബട്ടൺസും അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ചെറിയ ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ചെറിയ പിൻ പോയിൻറ്റ്സും കാണാം. അത് ചെറിയ പിൻ പോയിൻറ്റ്സിൽ എന്ന് വെച്ചാൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. വലിയ പിൻ പോയിൻറ്റ്സ് വരുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഫോട്ടോസുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. ഞാൻ 2008 ഒരു ഫോട്ടോ സൂം ചെയ്ത് നോക്കിയാണ് ചെയ്തത്. പക്ഷേ കണ്ടോ, ഇവിടെ വരുമ്പോൾ കൂടുതൽ സൂം ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2010 വരുമ്പോൾ ഇമേജ് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു പോർഷൻ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവരും പരിചിതമായിട്ടുള്ള കൊച്ചിയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള മറൈൻ ഡ്രൈവ് ആണ്. അപ്പോൾ മറൈൻ ഡ്രൈവ് കുറച്ചുകൂടി ഞാൻ സൂം ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. സൂം ചെയ്ത് നോക്കുമ്പോൾ കഴിയുമ്പോൾ കുറച്ചുകൂടി എനിക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി ഡീപ്പിലോട്ട് സൂം ചെയ്ത് പോരാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ December 21, 2010 ഫോട്ടോ ആണ്. അപ്പോൾ ഇത് വില്ലിംഗ്ടൺ ഐലാൻഡാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗോശ്രീ പാലം അങ്ങനെയുള്ള ഏരിയാസാണ് കാണുന്നത്. ഇപ്പം നമുക്ക് തൊട്ടടുത്ത് തന്നെ ക്യൂൻസ് വാക്ക്വേയുടെ ചേർന്ന് നടക്കുന്ന കുറച്ച് ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയാണിത് ചേഞ്ച് ചെയ്ത് മാറ്റേണ്ടതെന്നുള്ളത് നോക്കാം. 2010 ഉണ്ടായിരുന്ന ക്യൂൻസ് വാക്ക്വേയുടെ ഫോട്ടോ ആണ്. 2011 ആയപ്പോഴേക്കും കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഏരിയ കുറച്ച് ക്ലീനാക്കി നീറ്റാക്കി വെച്ചിരിക്കുന്നതിന് കാണാൻ പറ്റും. അതിനുശേഷം പിന്നീട് നമുക്ക് ക്ലിയർ നോക്കുമ്പോൾ ഓരോ ഡേറ്റ് 2012 ഫോട്ടോ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ കുറച്ചും കൂടി ബാക്കിലോട്ട് നോക്കുന്നുണ്ട്. ഞാൻ ചേഞ്ച് നിങ്ങൾക്ക് ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കുറച്ച് ബാക്ക് തിരിച്ച് നോക്കുന്നത്. 2012 കേട്ടോ ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത് കാണുന്നത്.
അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇടയിൽ ഇൻ ബിറ്റ്വീനായിട്ടുള്ള മൈനറായിട്ടുള്ള മങ്ങി നിൽക്കുന്ന പോയിൻറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മേഘങ്ങളും ക്ലൗഡി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തതായിട്ടുള്ള ഫോട്ടോസാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് മങ്ങി കാണിക്കുന്നത്. ബ്രൈറ്റ് ആയിട്ടുള്ള ഡോട്ട്സ് പോയിൻറ്റ്സിലോട്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ളത് കാണുന്നത്. ഇപ്പോൾ ഞാൻ നോക്കും ടാറ്റയുടെ ട്രിവ്യം പ്രൊജക്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ സാറ്റലൈറ്റ് ഇമേജസാണ് കാണുന്നത്. 2014 അടുത്ത ഇമേജസാണ്. ഏകദേശം സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ആയത് മാതിരിയാണ് തോന്നുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരാം. 2014 ആകുമ്പോഴേക്കും കുറച്ചും കൂടി ചേഞ്ചസ് കാണുന്നുണ്ട്. എന്നാലും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അല്ല. ഏകദേശം മോൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ചെയ്ത പോലെ ഒക്കെ തോന്നുന്നുണ്ട്. ഗ്രൗണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മഡിയായിട്ടുള്ള സർഫസാണ് കാണുന്നത്. അത് ആക്ച്വലി നന്നായിട്ട് ആയിട്ട് നല്ല മികച്ച രീതിയിൽ ഗാർഡനിങ് മറ്റും ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് 2014 ഫോട്ടോ ആണ്. 2016 ഫെബ്രുവരി 16 ഫോട്ടോ ആണ്. കുറച്ചും കൂടി ബിൽഡിംഗ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. പെയിൻറ്റിൻ്റെ മറ്റൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും 2016 ഫോട്ടോയിൽ. 2016 സ്വിമ്മിംഗ് പൂളിൻ്റെ പോർഷനൊക്കെ കാണുന്നുണ്ടോ. അതുപോലെ തന്നെ ഗാർഡനിങ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീനിയൊക്കെ പോർഷനൊക്കെ കാണുന്നുണ്ട്. അതുപോലെ മനസ്സിലാവുന്നത് ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചേഞ്ചസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ ചേഞ്ച് ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഈ അടിയിലുള്ള സ്ക്രോൾ ബാർ മാറ്റുന്നതനുസരിച്ച് ഓരോ ഇയറും ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചേഞ്ചസുകൾ ഇപ്പോൾ കണ്ട ഈ ഫോട്ടോയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോർഷനായിട്ടാണ് കാണുക. 2018 ഫോട്ടോ ആണ്. 2018 തന്നെ ഫോട്ടോയിൽ ഒരു മേഘാവൃതമായിട്ടുള്ള ഇമേജാണ് കിട്ടിയത്. അത് നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള വ്യത്യാസങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള ചേഞ്ചുകളും ഇതുപോലെയുള്ള ഈ സങ്കേതം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമേജിനറി എന്ന് പറഞ്ഞ സങ്കേതം ഉപയോഗിച്ച് മാറ്റങ്ങളും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും മുൻപുണ്ടായിരുന്ന അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണം എന്തെങ്കിലും പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഇത്തരം ഫോട്ടോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇത് കോടതി സ്വീകരിക്കുന്നതിനുള്ള കാര്യത്തിൽ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഇല്ല. അത് ഏതെങ്കിലും വക്കീലായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ എങ്കിലും പോലും നമുക്ക് റെഫറൻസ് എന്നുള്ള രീതിയിൽ ഇത്തരം ഇമേജസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലെ നിങ്ങളുടെ നാടിനെക്കുറിച്ചുള്ള ചേഞ്ചസും മറ്റും നിങ്ങൾക്ക് ഇതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെങ്കിലും താഴെ കാണുന്ന ഡയലോഗ് ബോക്സിലോ കമൻറ്റ് ബോക്സിലോ മെസ്സേജ് അയക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്